അതിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേഷ്യൻ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതെന്നാണ് ആവശ്യവും. നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ ആശുപത്രിക്ക് വന്നത് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. എൻ്റെ വല്യമ്മ ഒരിക്കൽ ഞാൻ വന്ന് വർക്ക് ചെയ്ത പൂനൂർ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വല്യമ്മ എന്നുള്ള സ്റ്റാഫിന് അറിയില്ല. അപ്പം താഴെ വന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പറയാം, അവിടെ ഒരു തള്ളുണ്ട്, അതിൻ്റെ കൂടെ കുറേ താത്താന്മാരുണ്ട്, എന്തോ ഒരു ചൊറിയന്മാരാണ്. എന്താന്ന് പറഞ്ഞാൽ വല്യമ്മക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ വല്യമ്മ കരയാണ്. അപ്പോൾ ഈ താത്താന്മാർ ഭയങ്കര അതിലേറെ കരച്ചില്ല. ഈ വേദന അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി നിങ്ങളിങ്ങനെ പറഞ്ഞത്. കാരണം ആ അമ്മായിമാർക്കൊക്കെ എൻ്റെ വല്യമ്മമാരോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ചൊറിച്ചില് എന്ന് പറയുന്നത്. ഒരിക്കലും പറയും അവർ ചൊറിയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടപ്പെട്ട ഒരാളോട് വിഷമം തോന്നിയോണ്ടാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി അവരൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്റെ ഡാൻസ് കണ്ടിട്ട് കുറെ കുട്ടികൾ പറയും, ഇപ്പൊ വലിയ ആൾക്കാരൊക്കെ കടന്നു വരുമ്പോ കുട്ടികളെ പുറത്ത് നിർത്തും. അപ്പം പറയും, ഞങ്ങൾക്കും കാണണോ, ആ ഡോക്ടറെ കാണണമെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പെരുമാറ്റം നമ്മളെന്നും അവർ മനസ്സിൽ അവര് ഒരു ഹൃദയത്തിൽ സ്ഥാനം പിടിപ്പിക്കും. അതാണ് പിന്നെയും ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകും നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ? ഇപ്പൊ ഞാൻ കോവിഡിന്റെ സമയത്ത് അന്ന് മിംസിലായിരുന്നു അഡ്മിറ്റ് ആയത്. അപ്പോഴും അവർ തന്ന കെയർ, അവിടുന്ന് തന്ന ആ പരിചരണം, അതിപ്പോഴും മനസ്സിലുണ്ട്. ഒരു ഡോക്ടറായിട്ട് പോലും അത് നമ്മളെ മനസ്സിൽ അവനെ കിടക്കും. ഇപ്പൊ മെഡിക്കൽ കോളേജ് പണ്ട് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി വന്നിട്ട് ഞാൻ 6 മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഇന്നും എൻ്റെ മനസ്സിലുള്ള കുറേ സ്നേഹസമ്പന്നമായ കുറേ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒന്നിൻ്റെ ഉമ്മ എപ്പോഴും ഇന്നത്തെ മോനേന്ന് അങ്ങനെ വിളിക്കാറില്ല, സ്നേഹമില്ലായിട്ടല്ല, അന്ന് മോനേന്ന് വിളിച്ച വാക്ക് ഇന്നും എൻ്റെ മൈൻഡിലുണ്ട്. ഇപ്പോഴും അത് മൈൻഡിലുണ്ട്. പിന്നെ എൻ്റെ ഇപ്പുറത്ത് കിടന്നിരുന്ന പേഷ്യൻസ്, ഒരു കോഴിമുട്ടൻ്റെ ഉണ്ണി എനിക്ക് തരുമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലം ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ എളാപ്പ അന്ന് അവിടെ ഡോക്ടറായിട്ട് BBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ വന്ന എക്സ്ട്രാ കെയർ, എനിക്ക് ബ്ലഡ് പോലും തന്നത് അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സിൻ്റെ. മനസ്സിലായില്ലേ? അപ്പോൾ ആ കെയർ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവും. നമ്മളെ മുമ്പിൽ വരുന്ന പേഷ്യൻറ്റിന് ഓരോ നിമിഷവും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഒരു ചിരി നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ച ഒരുത്തൻ മരിച്ചു. ആ മരിച്ചപ്പം എൻ്റെ മൈൻഡിൽ അവൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, പണ്ട് സോക്രട്ടീസ് എന്ന് പറഞ്ഞ ഒരു നാടകത്തിൽ അവൻ അഭിനയിച്ച ഒരു ചെറിയ മുഹൂർത്തം മാത്രമാണ് അതേ ഓർമ്മയുള്ളൂ. പക്ഷേ ഇന്നും ആ ഒരു മുഹൂർത്തം വലിയൊരു സ്ഥാനം അവരെ ഹൃദയത്തിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് മൊമെൻറ്റ്സ്, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഇതിന് എന്താണെന്ന് പറയുക, നമ്മൾ വർഷങ്ങളോളം ജീവിച്ചതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും.